എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. നല്ല കുട്ടിയല്ലേ എന്റെ തീമോള്? പിന്നെ ഒരു കാര്യം കൂടി, മുത്തശ്ശി പറഞ്ഞു തന്ന മോൾക്കറിയാവുന്ന കഥകളൊക്കെ ചലപ്പിലാന്ന് പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കരുത്. അതെ, കൂട്ടുകാരെല്ലാം കൂടി മോൾക്ക് ഇരട്ടപ്പേരിടും, സൂക്ഷിക്കണം. ഈ ഇരട്ടപ്പേരെന്ന് പറഞ്ഞാ എന്താ? മറ്റു കുട്ടികളെ തമാശയ്ക്ക് മറ്റൊരു പേര് കൂട്ടി വിളിക്കും, അതാണ് ഇരട്ടപ്പേര്. അപ്പൊ ഞാനും അവർക്ക് മറ്റൊരു പേരിടണം അല്ലേ? എന്നാ ഇപ്പൊ ഇടുക? അയ്യോ, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. മോളെ വിളിച്ചോണ്ട് പോവാൻ അമ്മ വൈകുന്നേരം വരാം. അതുവരെ മിടുക്കിയായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കണം. നല്ല കുട്ടിയെന്ന് പേര് കേൾപ്പിക്കണം. അതെ, അമ്മ പോയിട്ട് വരാം. വന്ദനമ്മ വൈകുന്നേരം വരില്ലേ? ഉറപ്പായിട്ടും വരും. വൈകുന്നേരം വന്ദനമ്മ നേരത്തെ വന്ന് എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോരെ? അമ്മ അടുത്തില്ലെങ്കിൽ എനിക്ക് പേടിയാ. വന്ദനമ്മ പോകണ്ട. മോളെ കരയാതെ. ദേ, ഈ കുട്ടികളുടെ അടുത്തൊന്നും അമ്മമാരില്ലല്ലോ, എന്നിട്ട് അവര് കരയാതിരിക്കുന്നത് കണ്ടില്ലേ? ഗുഡ് മോർണിംഗ്. ഇത്രയും വലിയ കുട്ടിയായിട്ട് മോള് വിഷമിച്ച് നിൽക്കുകയാണോ? വിഷമിക്കണ്ട, ഇവരെല്ലാരും കൂടി മോളെ കളിയാക്കും. കുട്ടിക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയതാ, ശരിയായി വരുന്നേ ഉള്ളൂ. പല കാര്യങ്ങൾക്കും ഞാൻ അടുത്തില്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടാ ടീച്ചർ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കുട്ടികളുടെ കാര്യം നോക്കാൻ ടീച്ചേഴ്സ് മാത്രമല്ല, ആയമാരും ഉണ്ട് ഇവിടെ. ടെൻഷൻ ആവണ്ട, ഒന്നിനും ഒരു കുറവും വരത്തില്ല. അമ്മമാരിവിടെ നിന്നാ കുട്ടികൾ ബഹളം ഉണ്ടാക്കും. ധൈര്യമായിട്ട് പൊക്കോളൂ. മോളെ, ക്ലാസ് നടക്കുമ്പോ അമ്മയ്ക്ക് മോളുടെ കൂടെ ഇരിക്കാൻ അനുവാദമൊന്നുമില്ല. അമ്മ പോയിട്ട് വൈകിട്ട് വരാം. ടിഫിൻ ബോക്സില് ദേമോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അച്ഛമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കളയാതെ എടുത്ത് കഴിക്കണം കേട്ടോ? പോട്ടെ. ശരി ടീച്ചർ. ശരി. ഇതാണ് മോളുടെ സീറ്റ്. ഇരുന്നു. മോനെ, ഉറിയാക്കോട് പഞ്ചായത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. നീ ഇപ്പൊ തന്നെ അവിടം വരെ ഒന്ന് പോണം. അല്ല, ഉറിയാക്കോട് പഞ്ചായത്തിൽ എന്ത് പ്രശ്നം? നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രശേഖർ അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളൂ. എടാ, ഈ ചന്ദ്രശേഖരനാണ് പ്രശ്നം. അയാള് നമ്മുടെ പാർട്ടി വിട്ട് ആ തോട്ടപ്പള്ളി സ്റ്റീഫന്റെ പാർട്ടിയിലേക്ക് കൂറുമാറാൻ പോകുന്നു എന്നാണ് സംസാരം. ഞാനത് വിശ്വസിക്കില്ല. അച്ഛൻ കേട്ടത് ശരിയായിരിക്കില്ല. പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടുള്ളവനാ ഈ ചന്ദ്രശേഖരൻ. അയാൾ കൂറുമാറാനൊന്നും പോകുന്നില്ല. എടാ, പാർട്ടിയുടെ വളരെ വിശ്വസ്തനായ ഒരു പ്രവർത്തകനാണ് ഈ വിവരം എന്നോട് വിളിച്ച് പറഞ്ഞത്. ഉറിയാക്കോട് പഞ്ചായത്തിൽ ഈ പറഞ്ഞ ചന്ദ്രശേഖരനാണ് നമ്മുടെ ശക്തി. പിടികിട്ടിയോ? അയാൾ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. വട്ട പൂജ്യമായി പോവും നമ്മള്. മോനെ, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ? നീ പോയി അവന്റെ പ്രശ്നം എന്താണെന്ന് നീ ആദ്യം അന്വേഷിക്കുക. അടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതങ്ങ് കൊടുത്തേക്കാടാ. ആ, നീ ഏറ്റോ.
ഡിവിഷൻ ജയിച്ചാലല്ലേ പ്രസിഡന്റ് ആവൂ. അച്ഛാ, എനിക്കിപ്പോ വണ്ടി ഓടിച്ച് ഉറിയാക്കോട് വരെ പോകാനുള്ള മൂടൊന്നുമില്ല. പിന്നെ ഞാൻ ആവട്ടെ. അപ്പൊ പിന്നെ ചന്ദ്രശേഖരനെ വിട്ടേക്കാമെന്നാണോ? അല്ല, വേണ്ട. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അയാൾ ചാടി പോവുകയൊന്നുമില്ല. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ശരിയാക്കി എടുത്തോളാം. നമ്മുടെ പാർട്ടിയുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഇനി പാർട്ടി പുഷ്ടിപ്പെട്ട അതിൻ്റെ ഗുണം എനിക്കല്ല, നിനക്കാ. അത് നീ മറക്കരുത്. അച്ഛനൊരു ജോലി പറഞ്ഞ ജഗൻ കൃത്യമായി ചെയ്യാനാണല്ലോ പതിവ്. ഇന്നെന്ത് പറ്റി? അത് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല ഏട്ടത്തി. അനിയന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നും വന്ദനെ കാണണം. അത് സാധിച്ചില്ലെങ്കിൽ ഈ അസുഖം മാറാനും പോകുന്നില്ല, ശരിയല്ലേ? ഏട്ടത്തി എന്താ ജോലിസും പഠിച്ചിട്ടുണ്ടോ? ജോത്സ്യൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സ് നന്നായി പഠിച്ചിട്ടുണ്ട്. നീ പോയി വന്ദനെ കണ്ടിട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. താങ്ക് യു ഏട്ടത്തി. അല്ല, നിനക്കൊരു മൂടില്ല, ആകെ ഡസ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഞാൻ നിർബന്ധിച്ച് പുറത്തേക്ക് പോകാൻ പറഞ്ഞതാ അച്ഛാ. മൂഡ് ഓഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരട്ടെ, അപ്പൊ ഈ മൂടൊക്കെ അങ്ങ് ശരിയാവും. നീ നിർബന്ധിച്ചപ്പോ അവൻ കറങ്ങാൻ പോകുന്ന സമ്മതിച്ചു. അത് നന്നായി. ഏതായാലും അവള് പറഞ്ഞതല്ലേ, എന്റെ മോൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നീറ്റായിട്ട് പോകും. ആ ചേട്ടത്തി പറഞ്ഞ അതൊക്കെ അനുസരിക്കണം. ചെല്ല്. ഓ ഈശ്വര, അവന്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറിയാ മതിയായിരുന്നു. മോൾ അവനെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് നന്നായി. ഇക്കണക്കിന് പോയാ ജഗന്റെ മൂഡ് ഓഫ് ഒക്കെ മാറും. പക്ഷേ അത് കഴിഞ്ഞ അമ്മാവിന്റെ അവസ്ഥ എന്താവും ഓർത്താ എന്റെ ആശങ്ക. എന്താണ് അവൾ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം? രാഗി, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. ഈ മോളെ ഇപ്പൊ തന്നെ കൊണ്ടുവരണമെന്നൊക്കെ വാശി പിടിച്ചാ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ കൈകളിൽ ഏൽപ്പിക്കാം. അതിനെനിക്കൊരല്പം സമയം വേണം. പ്ലീസ്, നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കേ. എന്റെ മനസ്സ് നീ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണുരുട്ടി പൊട്ടിച്ചിരിച്ചോണ്ടാ അമ്മയുടെ വരവ്. തീയമോളെ എവിടെയടിയെന്ന് ചോദിച്ച അലർച്ച എന്നെ കഴുത്തിനാ കുത്തിപ്പിടിക്കുന്നത്. എന്റെ രാഗി, അതൊക്കെ നിന്റെ വെറും തോന്നല, വെറും അന്ധവിശ്വാസങ്ങൾ മാത്രം. നിർത്ത്. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കല്ലേ അറിയൂ. അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. തീയമോളെ ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ അമ്മ എന്നെ കഴുത്തിൽ ഞെരിച്ച് കൊന്നിരിക്കും. അമ്മയുടെ കൈകൊണ്ട് മകൾ കൊല്ലപ്പെട്ട വാർത്ത നാളത്തെ പത്രത്തിൽ അച്ചടിച്ചു വരും. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ജീവിച്ചിരിക്കുന്ന ശത്രുവായിട്ട് ഏറ്റുമുട്ടാം, ആത്മാവായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ? അമ്മയുടെ ആത്മാവൊന്ന് ഉപദ്രവിക്കൂ അത്രേ. രാഗി, ദിയമോളെ കൊണ്ടുവരാൻ പ്രകാശിനെ വെച്ച് കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. എനിക്കൊരു ഒരാഴ്ചത്തെ സാവകാശം തന്നൂടെ? ഇല്ല, സാധ്യമല്ല. തീയമോൾ എന്നെ വല്ലാതെ വെറുത്തോണ്ടിരിക്കുക. ഐസ്ക്രീം പാർലറിൽ വെച്ച് അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് അവളത് കഴിച്ചോ? കഴിക്കാൻ ആ വൃത്തികെട്ട വന്ദന സമ്മതിച്ചോ? കുട്ടിയൊന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചോ? കുട്ടിയെ അവൾ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുക. ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു പിടിപ്പിച്ച് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പാടില്ല. ദിയ ഇവിടെ വളരേണ്ട കുട്ടിയാ. എന്റെ ഏട്ടന്റെ മകൾ. അവൾ എന്നെ അനുസരിച്ച് വളരേണ്ട കുട്ടിയാ. തെരുവ് തോറും നടക്കുന്ന വന്ദന
അവൾ എന്റെ ദിയമോൾക്ക് ആരുമല്ല. അവൾക്ക് രക്തബന്ധമുള്ള ഒരേ ഒരാള് ഞാൻ മാത്ര. ആ അത് ഞാൻ സമ്മതിക്കുന്നു. സാഗർ സമ്മതിച്ച പോരാ, ദിയമോള് സമ്മതിക്കണം. ആ സത്യം അവളെ ബോധ്യപ്പെടുത്തണം. അർഹതപ്പെട്ട സ്വത്തെല്ലാം ദിയയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന് അവളുടെ മുന്നിൽ വെച്ച് എനിക്ക് സത്യം ചെയ്യണം. അതിന് ദിയമോള് വേണം. അവളെ ഉടനെ ഇവിടെ കൊണ്ടുവരണം. ആ വന്ദനയുടെ വീട്ടിൽ നിന്ന് പ്രകാശമാണല്ലോ വിളിക്കുന്നത്. ദിയമോളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാനായിരിക്കും. എങ്കിൽ ഫോൺ എടുക്ക്. ആ. സ്പീക്കറിലിട്. ഹലോ. ഞാൻ പ്രകാശ. ആ മനസ്സിലായി. ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിന് അഡ്വാൻസ് കൊടുക്കാൻ സമയമായി. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നല്ലോ സാഗറേ. പണോ? അതെ, പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് എഴുതിച്ചില്ലെങ്കിലേ ആ പ്രോപ്പർട്ടി കൈവിട്ടു പോവും. പണത്തിനാണോ ഇപ്പൊ വിളിച്ചേ? അതെ. പണം കുറെ തന്നതാണല്ലോ. ഇങ്ങനെ വാരിക്കോരി പണം തരാനുള്ള സേവനമൊന്നും പ്രകാശ് ഇതുവരെ ചെയ്തിട്ടില്ല. സാഗർ ഏൽപ്പിച്ച ജോലി ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണ്ടത് റിസൾട്ടാണ്. ദിയയുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു വിവരവും നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. അങ്ങനൊരു വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. എന്താ? വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. എന്താണ്? കേട്ടാലേ സാഗറിന് സന്തോഷവും. ആദ്യം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ സന്തോഷിക്കണോ എന്ന്. എന്നാ കേട്ടോ, ദിയ മോളെ വന്ദന ഒരു സ്കൂൾ ചേർത്തു. ഏത് സ്കൂളാണെന്ന് പറ. അല്ല, രാഗി എടുത്തുണ്ടോ? ഫോൺ സ്പീക്കറിലാണോ? അതെ. എന്നാ രാഗി കേട്ടോ, ദേവി മാത സെൻട്രൽ സ്കൂൾ, കവലശ്ശേരി. ദേവി മാത സെൻട്രൽ സ്കൂൾ. സത്യമാണോ? സത്യം, ഈ പകല് പോലെ സത്യം. ഇപ്പൊ ഹാപ്പി ആയില്ലേ? നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിവരമാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. എന്താ, ഇനി എനിക്ക് പണം തന്നൂടെ? കുറുപ്പ് സാർ ഏൽപ്പിച്ച കാര്യത്തിലും ഒരു നീക്കുപോക്കുണ്ടാക്കണം. വന്ദനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി പിൻവലിപ്പിക്കണം. അത് നടക്കണം. അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. പണം തരുന്ന കാര്യം അപ്പം ആലോചിക്കാം. ഹലോ ഹലോ ഹലോ. ആ ഇൻഫോർമേഷൻ യാതൊരു പ്രയോജനമില്ലാതെ പോയി. 10 വയസ്സേക്ക് പ്രയോജനം ചെയ്യുന്നു തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ? പണം പണം പണം. ദേവി മാതാ സെൻട്രൽ സ്കൂൾ, കവലശ്ശേരി. രാഗി, ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ പോയി സമാധാനത്തോടെ റെസ്റ്റ് എടുക്ക. ഒരാത്മാവ് ഇനി നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. രാഗി, ഇനി ദിയമോൾ നിനക്ക് സ്വന്തം, നിനക്ക് മാത്രം. ദിയമോൾ, അവൾ ഇവിടെ വരുന്നതിന് മുമ്പ്
അവളെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയിരിക്കും ഈ സാഗർ. എന്തിനാമേ? ആ മോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട. നല്ല പൂരിയും സ്പെഷ്യൽ വെജിറ്റബിൾ കറിയുണ്ട്. അയ്യോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോയമ്മേ. ഇനി ഉടനെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഏതായാലും പിന്നീട് ഒരിക്കലാവട്ടെ. അല്ല, ദിയമോളുടെ സ്കൂളിലെ വിവരങ്ങളൊക്കെ തിരക്കാൻ വന്നതാ. അവൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ജഗന് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയെന്നല്ലേ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ എല്ലാ പരിഗണനയും എല്ലാ കാര്യങ്ങളിലും സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നുമുണ്ട്. ജഗൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്കൂളില് ദിയമോൾക്ക് അഡ്മിഷൻ കിട്ടില്ലായിരുന്നു. നല്ല നിലവാരം, നല്ല പഠനം. ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് ദിയമോളുടെ ഭാഗ്യം തന്നെയാ. ദിയമോളുടെ ഭാഗ്യം എന്നതിനേക്കാളും വന്ദനയുടെ ഭാഗ്യം എന്ന് പറയുന്നതാവും നല്ലത്. കോടീശ്വരനായ രാജീവിന്റെ മകളല്ലേ ദിയമോള്. ആ നിലവാരത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടിക്ക് ഉണ്ടാകണം. അത് ശരിയാ. അത് വന്ദനയുടെ സ്വപ്നമായിരുന്നു. സ്വന്തം കാര്യത്തിൽ പിന്നോട്ടായാലും ദിയമോളുടെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കണമെന്ന് വന്ദനയുടെ വാശി. ദിയമോള് വന്ദന നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെന്നാ അവളുടെ ഉറച്ച വിശ്വാസം. വന്ദനയുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തണമെന്നുള്ള ആഗ്രഹം ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വന്ദന പ്രസവിച്ച കുഞ്ഞു തന്നെയാണ് ദിയമോളെന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുക. അല്ല മാം, ഈ വന്ദനയ്ക്ക് കല്യാണപ്രായം കഴിഞ്ഞിട്ടില്ലല്ലോ. സമയം ധാരാളമുണ്ട്. അതിനു മുമ്പ് വന്ദനയുടെ വിവാഹമേ നടക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാനൊന്നും നമുക്ക് ആർക്കും അധികാരമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് ജഗദീശ്വരനാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? രാജീവിന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിനേക്കാളും മൂല്യം രാജീവിന്റെ കുട്ടിയിൽ കാണുന്നുള്ള വന്ദന. അത്രയും വിശാല മനസ്സുള്ള ഏതൊരു പെണ്ണാമ്മേ ഈ ലോകത്തുണ്ടാവുക? വന്ദനെ പോലെ ഒരു പെണ്ണിനെ പ്രസവിച്ച അമ്മ ഭാഗ്യവതിയ. അല്ല അല്ല വന്ദന എവിടെ? പത്രത്തില് ജോലിക്കുള്ളൊരു പരസ്യം കണ്ടിട്ട് അതിന്റെ ഇന്റർവ്യൂവിന് പോയിരിക്കുക. അല്ല, ഏത് കമ്പനി? എവിടെ മോളെ ആ പത്രം? ഇത് നല്ല കമ്പനിയാ. ആണോ? ഒരുപാട് സ്റ്റാഫുകൾ, നിരവധി ബ്രാഞ്ചുകളും ഉണ്ട്. വന്ദനയ്ക്ക് ഈ ജോലി കിട്ടട്ടെ. എന്റെ ദൈവമേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഇപ്പൊ ഒന്നും വേണ്ട, വിശപ്പില്ല. അതുകൊണ്ടാ. കുറച്ച് തിരക്കുണ്ട്. ശരി. എത്രയായി? 150. ശരി.
എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് പത്രപരസ്യത്തിൽ കണ്ട കമ്പനി, എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വന്ദന ഇന്റർവ്യൂവിന് എത്തിയിട്ടുണ്ടാവും. എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അച്ഛൻ്റെ പരിചയക്കാരനായ ഒരാളാണല്ലോ ഈ കമ്പനിയുടെ മുതലാളി. ആ യെസ്, എനിക്കറിയാം. ആ, ഇവിടെ ഏത് ജോലിക്കുള്ള ഇന്റർവ്യൂ ആയിരിക്കും? ആ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അസിസ്റ്റന്റ് മാനേജർ. എന്തായാലും അകത്തൊന്ന് പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം.